വയനാട് ദുരിതബാധിതർക്ക് മധുരസമ്മാനം ഒരുക്കി മട്ടന്നൂരിന്റെ കല്യാണരാമൻ. പാചക വിദഗ്ധനായ മരുതായിലെ കലവറ രാമകൃഷ്ണൻ എന്ന വി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രഥമൻ ചലഞ്ച് സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നൽകും. മട്ടന്നൂരിന്റെ കല്യാണരാമനാണ് മരുതായിലെ കലവറ കാറ്ററിംഗ് ഉടമയായ വി രാമകൃഷ്ണൻ. വയനാട് ഉരുൾപൊട്ടി ദുരിതം ആരംഭിച്ച വാർത്തകൾ കേട്ട മുതൽ എങ്ങനെ അവരെ സഹായിക്കാമെന്ന ആലോചനയിലായിരുന്നു അദ്ദേഹം. ഒടുവിലാണ് തന്റെ ജോലിയിലൂടെ തന്നെ വയനാടിനായി പണം കണ്ടെത്താമെന്ന തീരുമാനത്തിലെത്തിയത്. അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെ ജോലി ചെയ്യുന്നവരുമെത്തി. അങ്ങനെ ആഞ്ഞുപിടിച്ച് 850 ലിറ്ററോളം മധുരമേറിയ നല്ല അടിപൊളി പ്രഥമൻ തയ്യാർ. നമ്മളെ വയനാടിന് വേണ്ടി കലവറ കാറ്ററിംഗും മരുതായിയുടെ കാറ്ററിംഗ് സർവീസും മരുതായി പണിക്കാറും കൂടി ഉണ്ടാക്കിയ ഒരു പ്രഥമൻ ചലഞ്ചാണ്. മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ബാക്കി പൈസ വൈകുന്നേരം ചെയർമാൻ എന്നുള്ള നിലക്ക് ചെയർമാനിന്റെ അടുക്ക ഏൽപ്പിക്കുന്നതായിരിക്കും. 850 ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു കടകളിൽ നൽകിയും യാത്രക്കാർ വാങ്ങിയുമാണ് വയനാടിന് പിന്തുണ നൽകിയത്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ നടക്കുന്നത് അനുകരണീയവും മാതൃകാപരവും ശ്ലാഘനീയവുമായ പ്രവർത്തനമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ കല്യാണ പ്രധാന പരിപാടികൾക്കും സ്വാദിഷ്ടമായ ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുന്ന ശ്രീ മരുതായിലെ രാമേട്ട നേതൃത്വം കൊടുക്കുന്ന കലവറ കാറ്ററിംഗ് യൂണിറ്റ് അവർക്കറിയാവുന്നത് പാചകം നടത്തലാണ്. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് നൽകലാണ് അവരുടെ ജീവനോപാധി. ആ ജീവനോപാധിയുടെ ഭാഗമായ ഭക്ഷണത്തിന്റെ ഭാഗമായി അവർ പ്രഥമൻ ഉണ്ടാക്കുകയും ഈ പട്ടണത്തിൽ കടകളിലെല്ലാം കയറി ഓർഡർ സ്വീകരിക്കുകയും ഈ ടൗണിൽ വന്നു ചേരുന്നവർക്കെല്ലാം ന്യായമായ വിലയിൽ വിതരണം ചെയ്ത് അങ്ങനെ ലഭിക്കുന്ന ലാഭവിഹിതം, അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് നൽകുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. സംസ്ഥാന കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NV ചന്ദ്രബാബു പായസം ഏറ്റുവാങ്ങി. കൗൺസിലർ VK സുഗതൻ അധ്യക്ഷനായി. വി രാമകൃഷ്ണൻ, C സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.